ഒരുപാട് കർമ്മികൾ ഇന്ന് നിലവിലുണ്ട്. മാന്ത്രിക കർമ്മം ചെയ്യുന്നവർ, പൂജാരികൾ വേറെ. പൂജാരികൾ എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ചില അമ്പലങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് ഇല്ലാത്തവർക്ക് കഷ്ടമാണ്. ദേവസ്വത്തിൽ ജോലിയുള്ളതാവട്ടെ, അല്ല പ്രൈവറ്റ് ഒരു വീട്ടിലെ അമ്പലത്തിൽ ഇങ്ങനെ പൂജ ചെയ്യണവരാണെങ്കിൽ അവർക്ക് അവരുടെ കാര്യം കുഴപ്പമില്ല. കർമ്മികളായിരിക്കുന്ന മറ്റ് ബാധായ വേർപാട് അല്ലെങ്കിൽ പരിഹാര കർമ്മങ്ങൾ, പൂജകൾ ചെയ്യുന്നതായ ഒറ്റയ്ക്കും അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇതേപോലെ സംഘടിതമല്ലാത്തതിൽ. അപ്പോൾ അവർക്ക് അതിൽ മുസ്ലിംസിലുണ്ട്, അതേപോലെ തന്നെ ഈ ഹിന്ദുക്കളിലുണ്ട്, മറ്റ് ക്രിസ്ത്യൻസിൽ അത്ര അധികം ഉണ്ടോ എന്നറിയില്ല. എങ്കിലും ഒരുപാട് കർമ്മികളുണ്ട്. ഈ കർമ്മികൾക്ക് പല ആളുകൾക്കും മറ്റുള്ള ആളുകളെ പോലെ ഉയരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. അങ്ങനത്തെ സാഹചര്യം ഉണ്ടാകും. അപ്പം എന്നാൽ അവിടേക്ക് ഇരിക്കുന്ന മൂർത്തികൾ തന്നെയാവും ഇവരുടെ ഉണ്ടാവുക, സ്ഥലത്തുണ്ടാവുക. അപ്പം അതൊക്കെ ചില ഭാഗ്യം പോലെയാണ്. ഭാഗ്യം, അതേപോലെ തന്നെ ആ കുടുംബത്തിലെ കെട്ടുറപ്പ്, അതുകൊണ്ടുള്ള സഹകരണം, മനോഭാവം, അതൊക്കെ ഉണ്ടെങ്കിലാണ് വിജയിക്കുക. പിന്നെ മറ്റുള്ള ആളുകൾക്ക് പറയുന്നത് പോലെ തന്നെ കർമ്മികൾക്കും സമയദോഷങ്ങൾ ഉണ്ടായിരിക്കും എന്നല്ല, സമയദോഷമുണ്ട്. ഏഴരശനി വരും, കണ്ടകശനി വരും, ജന്മശനി വരും, അഷ്ടമശനി വരും, വ്യാഴം മറിഞ്ഞത് മറിയാത്തൊക്കെ വരും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരിതങ്ങൾ വരാനായിട്ടുള്ള സാധ്യത ഉണ്ടാവും. ഈ കർമ്മികൾ എന്താന്ന് പറഞ്ഞാൽ ഒക്കെ നല്ല വിശ്വാസത്തിലിരിക്കണവരാ മിക്കവാറും. വേറെ ഒന്നും ഉണ്ടാവില്ല, എൻ്റെ സ്വാമി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ദേവി അവിടെ ഉണ്ട്, അമ്മയുണ്ട് അവിടെ, എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ളത്. ചിലപ്പോൾ അടിത്തറ തകർന്നിട്ടാണ് ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. ഒരു 10 കർമ്മം ചെയ്തു കഴിഞ്ഞാൽ, പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ആ പരിഹാരങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം അവർക്ക് ചെയ്യുന്നതായ കർമ്മത്തിൻ്റെ മൂർത്തികളോ മറ്റോ അല്ല ശക്തമായിരിക്കുന്ന ദുർമരണപ്പെട്ടിരിക്കുന്നതായ പ്രേതദോഷങ്ങളും രാക്ഷസിൻ്റെ ഒക്കെ ദുരിതങ്ങൾ ഈ ഭവനത്തിൽ, ക്ഷേത്രത്തിലോ ഇവിടെ കൂടി വിട്ടുപോയിട്ടില്ലെങ്കിൽ ഇവിടെ നശിപ്പിക്കും. ചില കർമ്മികൾ തന്നെ ആയാലും ശരി, ആ കർമ്മികളെ ഉയർത്താൻ മനസ്സിലാത്തവർ അവനെ ശരിക്കും ബന്ധിക്കും. ശരി, നീയാണോ അത്ര വലിയ കർമ്മി? നീയാണോ? നീ ഇനി അധികം കർമ്മം ചെയ്യേണ്ടി വരില്ല, എനിക്ക് ഞാൻ കാണിച്ചു തരണ്ടേ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഒരസിലുണ്ടായിട്ടുണ്ടാവും. അതിന് പകരം അല്ലെങ്കിൽ പ്രതികാരം തീർക്കുക എന്നുള്ളതിൽ മാന്ത്രിക പ്രവർത്തികളെ കൊണ്ട് തന്നെ ബന്ധനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മൂർത്തിനവും ആദ്യം ബന്ധിക്കുക. ഇവന് സഹായം നിൽക്കുന്ന ഏതെല്ലാം മൂർത്തികളുണ്ട്, ആ മൂർത്തികളിനെ ബന്ധിച്ചതിന് ശേഷം ഇദ്ദേഹത്തിനെ ബന്ധിക്കുക. അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ ബന്ധിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് ചിലപ്പോൾ അതും അവരും പരമാവധിയൊക്കെ തടയൂട്ട. അപ്പം അങ്ങനെ തടഞ്ഞാലും അതിനെ മറികടന്ന് പോകാനുള്ള കാരണം എന്താ വെച്ചെങ്കിൽ, ഞാൻ പറഞ്ഞ വിശ്വാസമാണ്. കാരണം അവർ ഏത് തരത്തിലിരിക്കണമെന്ന് അറിയില്ല. ഒരുപാട് കാലങ്ങളായിട്ട് അവർക്ക് കർമ്മങ്ങൾ ചെയ്തു പോരണത് തന്നെയാണ്. പക്ഷെ അവരുടെ ക്ഷീണാവസ്ഥയോ അല്ലെങ്കിൽ അവർക്ക് ബന്ധനങ്ങളുണ്ടോ ദുരിതങ്ങളുണ്ടോ എന്ന് നോക്കില്ല. അതൊരു എന്തെങ്കിലും ഇതേപോലെ തന്നെ വണ്ടി, ഈ പഴയ കാസറ്റ് കാണാം, ഈ നാടറിയിപ്പനുള്ളത്, അതൊക്കെ ആകെ ചിറ്റി കേട്ട് പെട്ടെന്ന് വിളിക്കാൻ പറ്റും നിൽക്കും. അപ്പോഴാണ് ആകെ കൂട്ടി കുളത്തിണ്ടാവും. അതിന് സാധനം ഊരിയാലും കിട്ടില്ല, കാര്യം മനസ്സിലായില്ലേ. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കുക. അപ്പം പറയും, എന്താ ചെയ്യുക, എൻ്റെ കഷ്ടകാലമാണ്, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ്, എൻ്റെ വിധിയാണ്, യോഗമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് എൻ്റെ അടുത്തേക്ക് ഒരാളും വരുന്നില്ല, അല്ലെങ്കിൽ കർമ്മം ചെയ്യണില്ല, കർമ്മം ചെയ്തപ്പോൾ ഫലിക്കണില്ല എന്നൊക്കെ. അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് നോക്കില്ല. ഏത് തരത്തിലാണ് ഇപ്പം മൂർത്തികളിൽ, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥ ഇപ്പം എന്താണ്, ധർമ്മദൈവാദികളുടെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അതൊന്നും നോക്കട്ടെ, നോക്കിയാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാറ്റിയിട്ട് ദൈവങ്ങൾക്കൊന്ന് ശക്തിപ്പെടുത്തട്ടെ എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കില്ല. അപ്പോൾ ചിലവർ, എല്ലാവരും ഇല്ല കേട്ടോ, ചിലവർ 2 വിടുന്നവരൊക്കെ ആവും. അപ്പോൾ ചിലപ്പോൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നാലും ആ ധൈര്യത്തിൽ അവരെന്നെ എണിപ്പിച്ച് നടത്തുന്നത് ചിലപ്പോൾ വെള്ളമായിരിക്കും. എങ്കിലും അതേപോലെ തന്നെ ധൈര്യത്തിൽ ഒന്നും വരില്ല, എൻ്റെ സ്വാമി അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ദൈവം അവിടെ ഉണ്ട്, എൻ്റെ മുത്തച്ഛനുണ്ട് എന്നുള്ള കണക്കൂട്ടിലാണ് നടക്കുക. അവർ നിലയില്ലാത്ത വെള്ളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയും അത് മനസ്സിലാക്കാനായിട്ട് ഇദ്ദേഹത്തിന് കഴിയില്ല. അപ്പം അങ്ങനെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, എത്ര കർമ്മികളായാലും ശരി, ഇപ്പോൾ ജ്യോത്സ്യനാണ് വെച്ചാൽ അദ്ദേഹത്തിന് നോക്കാം, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വരാത്തത്, ആളുകൾ വരാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കർമ്മം വരാത്തത്, എൻ്റെ പൊതുവായിട്ടുള്ള അവസ്ഥകൾ എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം. അതിൽ വല്ല പ്രവൃത്തികൾ വന്നിട്ടുണ്ടോ, ദൈവങ്ങൾക്ക് അശുദ്ധി വന്നിട്ടുണ്ടോ, ബന്ധനാവസ്ഥയുണ്ടോ എന്ന് അദ്ദേഹത്തിനെ നോക്കി തിരിക്കാനായിട്ട് അറിയും.
അത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ബന്ധനം ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം കർമ്മിയാണെങ്കിൽ അദ്ദേഹത്തിന് അറിയുന്ന പോലെ തന്നെ ആ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയാവും. ദൈവങ്ങൾക്ക് ശക്തി ഉണ്ടാകുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, പ്രീതി കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും ശരിയായിരിക്കും. അപ്പൊ ഈ പറഞ്ഞു വന്നത്, അത്തരം ദുരിതങ്ങൾ ഉണ്ടാകുമ്പോഴും പല ആളുകളും അതിന് ചിന്തിക്കില്ല. എന്താ ഇങ്ങനെ, ഇവരിവിടെ ഇല്ലേ, ഇപ്പൊ ഈ കർമ്മം ചുറ്റുന്ന കേൾക്കണില്ലല്ലോ, ഇവരെന്താ ഇങ്ങനെ, നിങ്ങൾ എന്തൊട്ട് നോക്കിയിട്ടുണ്ടാക്കും അങ്ങനെ ഇരിക്കുന്ന ഇവിടെ, ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞാൻ തരുന്നില്ലേ, പൂജ തരുന്നില്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കർമ്മം കൊണ്ടുവരാത്ത അല്ലെങ്കിൽ വിജയിപ്പിക്കാത്ത എന്ന് അവരോട് കുറ്റം പറഞ്ഞിട്ട് ചിലരൊക്കെ ഇത് വലിച്ചു കളയട്ടെ ഞാൻ ഇവിടുന്ന് എന്ന് പറയുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അത് അത്രക്കാരുണ്ട് വെച്ചെങ്കിൽ അത് എന്താണ്, സാവകാശം മനസ്സിലാക്കുക. ഓരോ വ്യക്തിക്കും ഞാൻ എന്താണ്, എൻ്റെ കഴിവ് എന്താണ്, എൻ്റെ അച്ഛൻ ആരാണ്, എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ഗുരുക്കന്മാരൊക്കെ എനിക്ക് പഠിപ്പിച്ചു എന്നുള്ള വിദ്യ, അല്ലെങ്കിൽ മുന്നേ വരെ ഞാൻ ചെയ്തു വന്നിട്ടില്ല എത്രയോ കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു, എത്രയോ വിജയിപ്പിച്ചിരിക്കുന്നു, ആ എനിക്ക് നല്ലൊരു പവർ ഉണ്ടല്ലോ. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ കാരണം? നമ്മുടെ ദൈവങ്ങൾക്ക് ഇങ്ങനെ ശക്തിയില്ലേ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബന്ധനങ്ങൾ വന്നിട്ടുണ്ടോ, അതാണ് ചിന്തിക്കേണ്ടത്. നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കരുത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കർമ്മികളാണ് വെച്ചാൽ ഇപ്പം ഇങ്ങനെ വരുന്ന ആളുകൾക്ക് കർമ്മം ചെയ്തിട്ട് അവരുടെ ആ വേർപാടൊക്കെ നിർത്തി എന്നല്ലാതെ സ്വന്തം വേണ്ടിയിട്ട്, സ്വന്തം ആ കർമ്മിക്ക് വേണ്ടിയിട്ടോ ആ അവിടുത്തെ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടോ ആരെങ്കിലും നിത്യപൂജ ചെയ്യാറുണ്ടോ? ചിലപ്പോൾ ക്ഷേത്രത്തിൽ നിത്യപൂജ ഉണ്ടാവും. ഒരു ബന്ധനം വന്നു അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ വന്നു, അതിന് ചെയ്യുന്ന പരിഹാര കർമ്മങ്ങൾ പോലെ ചെയ്യാറുണ്ടോ? ഉണ്ടാവില്ല. ഇപ്പൊ നിത്യം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ മാസത്തിൽ ഗണപതി ഹോമം ചെയ്യുന്നവരുണ്ടാവോ? ഉണ്ടാവില്ല. ചിലവരൊക്കെ ഉണ്ടായിരിക്കും, എല്ലാവരും എന്നല്ല പറയണം. മിക്കവാറും ആ വരുന്ന വ്യക്തികളുടെ കർമ്മ പരിഹാരങ്ങളാണ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഒരു 10 ദിവസം കർമ്മങ്ങൾ ചെയ്തു, ഇനി നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യുക, അവരുടെ ദുരിതങ്ങൾ തീർക്കുക എന്ന് വിചാരിച്ചിട്ട് നോക്കി നോക്കൂ. കർമ്മങ്ങൾ വരുന്നില്ല, ഓക്കെ, സംബന്ധിച്ച് ശരി, കർമ്മം വരുന്നില്ല, കഴിവില്ല, പ്രാരാബ്ദങ്ങൾ കൂടി വന്നു, കടക്കാർ വരുന്നു, വിളക്ക് വയ്ക്കാൻ എണ്ണയില്ല, ഒരു നേരം നിവേദ്യം വയ്ക്കാനില്ല എന്നൊക്കെ ആയെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ചെയ്തിട്ട് ഒരു ആഴ്ച അടുപ്പിച്ച് നിങ്ങൾ ചെയ്യാറുള്ള കർമ്മം ഏത് തരത്തിലാണെങ്കിൽ, ഇപ്പൊ ഗണപതി ഹോമമാണോ, സുദർശനമാണോ, പ്രത്യങ്കിരാണോ, അങ്ങനെ അങ്ങോട്ട് ചെയ്ത് നോക്കൂ. അല്ല ഇപ്പൊ സാധാരണ ഒരു 16-9 അഞ്ചിലിട്ടിട്ട് കളട്ടിട്ട് അതിൽ കർമ്മം ചെയ്തിട്ടാണോ ചെയ്യാറുള്ളത് വെച്ചെങ്കിൽ അങ്ങനെ നിത്യം ചെയ്ത് നോക്ക്. ആ ദേവനെ ഉപാസിച്ചു നോക്ക്, ബന്ധനങ്ങൾ തീർത്ത് അതിനെ ചൈതന്യപ്പെടുത്തി നോക്ക്. ഈ കഷ്ടങ്ങളൊക്കെ മാറി നല്ലൊരു ലെവലിലേക്ക് വരും. അപ്പൊ സമയദോഷം ഉണ്ടെങ്കിലും അതിനെ മറികടക്കും. നമുക്ക് തന്നെ മാനസികമായിട്ടുള്ളൊരു പവർ, പോസിറ്റീവ് എനർജി നമുക്കുണ്ടാവും. നിത്യം കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് തന്നെ എന്തെങ്കിലും ചെയ്താണെന്നുള്ളത് തോന്നും. തന്നെയല്ല വൈകാതെ ഓരോരുത്തർ വരും. നമ്മുടെ ദൈവങ്ങൾ കൈവിട്ട് പോകാണ്ടിരുന്നാൽ മതി, അവരുടെ ശക്തി പോകാണ്ടിരുന്നാൽ മതി. അവരുടെ ശക്തി പോയി നമ്മൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇതൊക്കെ വലിയൊരു അറിവാണ്. കാരണം ഒരുപാട് ആളുകൾ ഇങ്ങനെ മാനസികമായിട്ട് തകർന്നിരിക്കുന്നവരുണ്ടാവും. കാരണം അപ്പുറത്ത് വലിയ കൊട്ടാരങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ അമ്പലങ്ങൾ അതിരിക്കുന്ന പ്രതിഷ്ഠ നമ്മുടെ വീട്ടിലിരിക്കുന്നത്, ആ ദേവന്റെ ശക്തി എന്താന്ന് നമ്മൾ മനസ്സിലാക്കണില്ല. നമ്മൾ നമ്മുടെ വിഷമത്തിലേക്ക് പോകണല്ലോ. ആ ദേവനെ കൃത്യമായിട്ടുള്ള അതിന്റെ പവറിനെ കൊണ്ടുവരിക, ചൈതന്യത്തിന് കൊണ്ടുവരിക. ആ ചൈതന്യത്തിന് കൊണ്ടുവരുമ്പോൾ അതിന്റെ പ്രഭാവത്തില് നമ്മൾക്ക് ഉയർച്ച ഉണ്ടാകും. അതാണ് വലിയ സ്ഥലത്ത് ചെയ്യണമല്ലോ. ഏത് പ്രശസ്തമായ ക്ഷേത്രത്തിലും കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ, കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വെച്ചിട്ട് രാവിലെ ഇത്ര മണിക്ക് പൂജ, ഇത്ര മണിക്ക് നിവേദ്യം, അത് കഴിഞ്ഞ് അത് നടപൂട്ടി, അത് കഴിഞ്ഞ് വൈകിട്ട് തുറന്ന്, അല്ലെങ്കിൽ മറ്റുള്ളതായ ശക്തി ചൈതന്യങ്ങൾ പെടുത്തുന്ന കർമ്മങ്ങൾ, ഇപ്പൊ ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഭഗവത് സേവ, അങ്ങനെ 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 ചെയ്യുന്നതുകൊണ്ടാണ് അവിടെയൊക്കെ ഓരോ തരത്തിലും ഉയർച്ച ഉണ്ടാവുന്നത്. ഇവിടെ വിളക്ക് വയ്ക്കാനോ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും നോക്കാനോ അല്ലെങ്കിൽ അവർക്കും ഒരു പരിഹാരം ചെയ്യാനോ അല്ലെങ്കിൽ അടച്ചു വെക്കാനോ നമ്മൾ ശ്രമിക്കുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ മാനസികമായിട്ട് തകരാതെ അതിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ദൈവത്തിന്, നമ്മളുടെ ശക്തിനെ നമ്മൾ മനസ്സിലാക്കുക. ദൈവത്തിന്റെ ആ ശക്തിനെ വെച്ചിരിക്കുന്ന ആ ദൈവത്തിന്റെ അനന്തമായിട്ടുള്ള ആ ശക്തിനെ നമ്മൾ ഉണർത്തി നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക. അത് ഇത്രയും പവറുള്ളതാണ്, ഇത്രയും പവറുള്ളതാണ്. ആ ദേവൻ ഇപ്പൊ നമ്മളൊക്കെ വിശ്വസിക്കുന്ന പോലെ ആ നമ്മുടെ പരമശിവന്റെ, നമ്മുടെ നല്ലച്ഛന്റെ അതിന്റെ മക്കളാണ്, അല്ലെങ്കിൽ അവരുടെ കഴിവ് ഇങ്ങനെയാണ് നമ്മൾ സ്വയം നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തളർന്നു കിടക്കുന്ന നമുക്ക് എണീറ്റ് ഓടാനാ തോന്നുക, കർമ്മം ചെയ്യാൻ തോന്നുക. കർമ്മങ്ങൾ ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുക, കർമ്മങ്ങൾ ചെയ്യുക. അപ്പൊ നമുക്ക് നമ്മളെ ചിലവരൊക്കെ പല നേരത്തെ പഠിച്ചിരുന്ന മന്ത്രങ്ങൾ വരെ മറന്നിട്ടുണ്ടാവും. മന്ത്രങ്ങൾ അക്ഷരങ്ങൾ മറന്നിട്ടുണ്ടാവും, വരികൾ മറന്നിട്ടുണ്ടാവും. അങ്ങനെ സ്പീഡിലാണ് ചെല്ലി പോകും. സൗകര്യമുള്ള അപ്പൊ ഒന്ന് ആ ചെല്ലിരുന്ന മന്ത്രങ്ങളൊന്ന് ജപിച്ച് നോക്കൂ, ചെല്ലി നോക്കൂ ആഴത്തിൽ, അല്ലെങ്കിൽ എഴുതി നോക്കൂ. ഏതെങ്കിലും വരികൾ, ഏതെങ്കിലും അക്ഷരങ്ങൾ വിട്ടുപോകാണ്ടിരിക്കില്ല, ഒക്കെ മാറിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കില്ല എന്ന് മാത്രം. അപ്പൊ ഇങ്ങനെയൊക്കെ ക്ഷീണാവസ്ഥകളൊക്കെ ഉണ്ട് വെച്ചാൽ ആരും മാനസികമായിട്ട് തളരരുത്.
ഞാനും തളരരുത്, തകരരുത്. നമ്മൾ തകർന്നാൽ നമ്മുടെ പിന്നിലുള്ളവരെല്ലാവരും തകർന്നു പോകും. അപ്പം അതുകൊണ്ട് നമുക്കിതെല്ലാവർക്കും ഒരു ഫ്രഷ് എനർജി ആവട്ടെ, അവർക്ക് നല്ലൊരു എനർജി പവർ ആവട്ടെ. അപ്പം നമ്മളെ ഇവിടെ ദുരിതമുണ്ടെങ്കിൽ മാറ്റുക, നോക്കാൻ അറിയില്ല പക്ഷേ നോക്കുന്ന ആളുടെ അടുത്ത് പോയിട്ടൊന്ന് നോക്കുക, എന്താണ് എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു തരണേ. എനിക്ക് നേരത്തെ പോലെയുള്ളത് നാണക്കേട് വിചാരിക്കരുത്, നേരത്തെ പോലുള്ള ഇതൊന്നുമില്ല. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ബന്ധനം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈശ്വരാദിൻ്റെ ദൈവങ്ങളൊക്കെ മറിഞ്ഞ് കിടക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് ഉതകുന്ന തരത്തിലെ കർമ്മങ്ങൾ പുറത്തൊരാളെ വിളിക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുക. ഒരു കർമ്മം ചെയ്യുന്നതോട് ചിലപ്പോൾ 10 കർമ്മം ചെയ്യേണ്ടി വരും. പൂജയായിട്ട് തന്നെ ചെയ്തു വരും. നാളീരത്തിൽ മുട്ടറുക്കുക, ബന്ധനങ്ങൾ തീർക്കുക, അവരെ കുളിപ്പിക്കുക, അവരെ ശക്തിപ്പെടുത്തുക, പ്രീതികർമ്മങ്ങൾ ചെയ്യുക, നന്നാവും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.